നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. കീം 2026 പ്രൊഫൈൽ വെരിഫിക്കേഷന് സമയമായി. കേരള എൻട്രൻസ് കമ്മീഷൻ വഴിയുള്ള കേരളത്തിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷയിലെ നമ്മളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് ആവശ്യമുള്ള തെറ്റുകൾ തിരുത്താനുള്ള സമയമാണ് ഇപ്പോൾ. നമുക്കറിയാം, നമ്മൾ ധാരാളം എൻട്രൻസുകൾ എഴുതുന്നുണ്ട്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയവരുണ്ട്, കേരള ബിഫാം എൻട്രൻസ് എഴുതിയവരുണ്ട്, നീറ്റ് എൻട്രൻസ് എഴുതുന്നവരുണ്ട്, നേറ്റയുടെ ആർക്കിടെക്ചറിൻ്റെ പ്രവേശന പരീക്ഷ എഴുതുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോളേജുകളിൽ പ്രവേശനം നൽകുന്നത് കേരള എൻട്രൻസ് കമ്മീഷണറാണ്. MBBSൻ്റെയും BDSൻ്റെയും അഗ്രികൾച്ചർ, വെറ്റിനറി, ബിടെക്, എഞ്ചിനീയറിംഗ് മേഖല, ബിഫാം മേഖല, ആർക്കിടെക്ചറിൻ്റെ മേഖലയിലൊക്കെ കേരളത്തിലുള്ള ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും പ്രവേശനം നൽകുന്നത് കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ വഴി കേരള എൻട്രൻസ് കമ്മീഷണറാണ്. ജനുവരി മാസത്തിൽ നമ്മൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കേരള എൻട്രൻസ് കമ്മീഷണർക്ക് വിവിധ അപേക്ഷകൾ കൊടുത്തിരുന്നു. 4 കോഴ്സുകൾക്കാണ് അപേക്ഷ കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ്, ബിഫാം, MBBS, BDS ഉൾപ്പെടുന്ന മെഡിക്കൽ, ഒപ്പം ആർക്കിടെക്ചറും. ഇതിൽ നമ്മൾ ധാരാളം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. നാഷണാലിറ്റി, നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, OBC നോൺ ക്രിമിലെയർ, ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അങ്ങനെ ധാരാളം റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWSൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. മൈനോറിറ്റി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തവരുണ്ട്. എക്സ് സർവീസ്മെൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരുണ്ട്. ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരുണ്ട്. OEC റിസർവേഷൻ ലഭ്യമാകുമോ എന്നറിയാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ കേരളത്തിന് നമ്മൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെ കറക്റ്റ് ആണോ, എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നുള്ളതിൻ്റെ സമയമാണ് ഇപ്പോൾ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടലിലെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ. ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് വിശദമായി വായിച്ചു നോക്കാം. കേരള എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, ആർക്കിടെക്ചറിൻ്റെയൊക്കെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുന്നതിനും അപാകതകൾ പരിഹരിക്കുന്നതിനുമുള്ള സമയം. നമ്മൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് അതിനൊരു അപാകതകളുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കാം? സമയം കഴിഞ്ഞു പോയതുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ തരേണ്ടതിന് പകരം തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തതുണ്ടാവാം, അല്ലെങ്കിൽ പ്രത്യേക ഫോർമാറ്റിലല്ലാതെ ഉണ്ടായിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ പേര് തെറ്റായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതിൽ ഒരു അപാകത ഉണ്ടെങ്കിൽ അത് മുഴുവൻ എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്യുകയും ഒരു മെമ്മോയുടെ രൂപത്തിൽ ഇപ്പോൾ പ്രൊഫൈലിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെമ്മോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മെമ്മോ ഉള്ളവർക്ക്, ഇതെല്ലാം വെരിഫൈ ആയവർക്ക്, കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. അങ്ങനെ ഏതെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഒരു മെമ്മോ വന്നിട്ടുണ്ടെന്നുള്ളതും അത് മെയ് 10-ാം തീയതിക്കുള്ളിൽ കറക്റ്റ് ചെയ്യാൻ അവസരമുണ്ടെന്നുള്ളതുമാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ. കേരളത്തിലെ മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ബിഫാമിൻ്റെയും ഒക്കെ പ്രവേശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ. നിങ്ങളും വിദ്യാർത്ഥികളും നിങ്ങളുടെ കൂട്ടുകാരോടും പറയണം. കാരണം ഈ പറഞ്ഞ റിസർവേഷൻ, OBC, OEC, മൈനോറിറ്റി, ഇതൊക്കെ കിട്ടുന്നത് ഈ പ്രൊഫൈൽ വെരിഫിക്കേഷനിലൂടെയാണ്. അപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ വാലിഡ് ആണോ എന്ന് നോക്കേണ്ടതും അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതും നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഇപ്പോൾ വെരിഫൈ ചെയ്യാത്ത റിസർവേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, NRI. കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ NRI സീറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നവർക്ക് ആ വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടില്ല. അവർക്ക് പിന്നീടൊരു അവസരം നൽകുന്നതാണ്. PWD വിഭാഗം, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി വിഭാഗത്തിൻ്റെ വെരിഫിക്കേഷൻ ജൂൺ അവസാനമല്ല ജൂലൈ ആദ്യമാണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. അവർക്കും വെരിഫിക്കേഷൻ പൂർണ്ണമായിട്ടില്ല. സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്തവർക്ക് അവരുടേതും വെരിഫിക്കേഷൻ നടക്കുന്നതേ ഉള്ളൂ. അവരുടേതും ഈ പ്രൊഫൈൽ വഴി അറിയാൻ കഴിയില്ല. അപ്പോൾ ഈ 3 കൂട്ടരൊഴികെ NRI, സ്പോർട്സ്, PWD വിഭാഗം ഒഴികെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും വെരിഫിക്കേഷനാണ് എൻട്രൻസ് കമ്മീഷണർ പൂർത്തിയാക്കിയിരിക്കുന്നതും. അവ അംഗീകാരമുള്ളതാണെങ്കിൽ ആ റിസർവേഷൻ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിന്, ഞാൻ കേരളൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കേരളൈറ്റ് എന്ന് കാണാം. 8 മുതൽ 12 വരെ ഇവിടെ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ നോൺ കേരളൈറ്റ് 1 എന്ന് കാണാം. അതല്ല
നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ കേരളൈറ്റ് 2 എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി റിസർവേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈഴവയാണെങ്കിൽ നോൺ ക്രിമിലിയർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈഴവ വിഭാഗത്തിലാണെങ്കിൽ അത് വാലിഡ് ആണെങ്കിൽ നമ്മളുടെ കാറ്റഗറി EZ എന്ന് കാണാം. മുസ്ലിം ആണെങ്കിൽ MU എന്ന് കാണാം, നമ്മൾ സമർപ്പിച്ച നോൺ ക്രിമിലിയർ കറക്റ്റ് ആണെങ്കിൽ. ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ BH എന്ന് കാണാം. വിശ്വകർമ്മയാണെങ്കിൽ VK എന്ന് കാണാം. ധീവരയാണെങ്കിൽ DV എന്ന് കാണാം. SC സമുദായത്തിൻ്റെയും ST സമുദായത്തിൻ്റെയും തഹസീൽദാരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊക്കെ നമുക്ക് നമ്മുടെ കാറ്റഗറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. OEC വിഭാഗമാണെങ്കിൽ ഇപ്പോൾ ബാക്ക്വേർഡ് ഹിന്ദുവിലെ വിവിധ കാറ്റഗറി OEC വിഭാഗമാണ്. അപ്പം അവർക്ക് എലിജിബിൾ കമ്മ്യൂണിറ്റി EC എന്ന് കാണാം. 6 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമെങ്കിൽ അവർക്ക് ആ ഫീസ് കൺസെഷൻ ലഭ്യമാകുമോ എന്നുള്ളതും നമ്മുടെ പ്രൊഫൈൽ വഴി ഇപ്പോൾ അറിയാൻ സാധിക്കും. ധീവര വിഭാഗത്തിന് DV എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഫീസ് ഇല്ലാതെ തന്നെ പഠിക്കാനുള്ള അംഗീകാരം കിട്ടിയെന്ന് മനസ്സിലാക്കാം. DVക്കോ SC ST വിഭാഗത്തിനോ പ്രത്യേകം EC എന്ന് കാണിക്കുകയില്ല, കാരണം അവരുടെ എല്ലാ വിഭാഗത്തിനും ഫീസ് കൺസെഷന് അർഹതയുണ്ട് താനും. അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ പ്രൊഫൈൽ ഇപ്പോൾ നിർബന്ധമായും വെരിഫൈ ചെയ്യുകയും മെമ്മോ ഉണ്ടെങ്കിൽ അത് മെയ് 10-ാം തീയതിക്കുള്ളിൽ ക്ലിയർ ചെയ്യുകയും ചെയ്യണം. NRI സീറ്റിനും ഉള്ള ഡീറ്റെയിൽസിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നതേ ഉള്ളൂ. അത് ഇനിയൊരു അവസരത്തിൽ പറയുന്നതായിരിക്കും. മെയ് 10-ാം തീയതി വൈകുന്നേരം 6 മണി വരെയാണ് മെമ്മോയ്ക്ക് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം. കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ce.kerala.gov.in കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയാണിത് വെരിഫൈ ചെയ്യേണ്ടത്. അപേക്ഷകരുടെ പ്രൊഫൈൽ പേജിൽ അപേക്ഷയിൽ അനുവദിച്ചിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ, നമ്മൾ പറഞ്ഞ നേറ്റിവിറ്റി, സംവരണങ്ങൾ, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം വിദ്യാർത്ഥിയുടെ പേര്, അതുപോലെ തന്നെ ഫോട്ടോ, ഒപ്പ് എന്നിവയും നമുക്ക് കാണാം. ഈ ഫോട്ടോയെ, പേര് ആൻഡ് സിഗ്നേച്ചറിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അവയും നമുക്കിപ്പോൾ പരിഹരിക്കാം. മെമ്മോ ഡീറ്റെയിൽസ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപാകതകൾ ഉണ്ടെങ്കിൽ, ഒരു അപാകത ഇല്ലാത്തവർക്ക് മെമ്മോ കാണുമോ? ഇല്ല. അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ എല്ലാം അനുവദിച്ച് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും അപാകതകൾ ഉള്ളവർക്ക് മാത്രമാണ് മെമ്മോ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ പേരിന് തെറ്റുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് വ്യത്യാസമുണ്ട്, സിഗ്നേച്ചർ മാറിപ്പോയി എന്നിവയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ വഴി അറിയിക്കണം. നമ്മൾക്കാണ് ഒരു മാറ്റം വേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് എൻട്രൻസ് കമ്മീഷണർ മെമ്മോ തന്നിട്ടുണ്ട്, ഇത് മെമ്മോ വന്നിട്ടില്ല, നമ്മളുടെ പേര് തെറ്റാണ്, നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ പേര്, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ മാറ്റണമെങ്കിൽ പ്രൊഫൈൽ ഡിഫക്റ്റ് എന്നുള്ളൊരു സബ്ജക്റ്റിൽ cek.info.ce@kerala.gov.in എന്ന ഇമെയിൽ വഴി നമ്മൾ മെയിൽ ചെയ്ത് അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, കേരളൈറ്റ് എന്ന കാറ്റഗറിയിൽ വന്നാൽ മാത്രമേ റിസർവേഷൻസിന് അർഹത ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നോൺ കേരളൈറ്റ് 1 എന്ന വിഭാഗത്തിലോ OC വിഭാഗത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് മൈനോറിറ്റി കാണില്ല. അപ്പം മൈനോറിറ്റി എന്താ കാണാത്തത്, അല്ലെ റിസർവേഷൻ എന്താ കാണാത്തത് എന്നുള്ളത് അവർ പരിഭ്രമിക്കേണ്ടതായിട്ടില്ല. കേരളൈറ്റ് എന്ന കാറ്റഗറിയിൽ വന്നാൽ മാത്രമേ മൈനോറിറ്റിയും അതുപോലെ മറ്റ് റിസർവേഷനുകളും OBCയും NCLും ഒക്കെ നമുക്ക് അനുവദിച്ച് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയവരുടെ +2 മാർക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഈ 2026 +2 റിസൾട്ട് വന്നതിന് ശേഷം മെയ് അവസാനത്തോടു കൂടി അതിൻ്റെ ലിങ്ക് വരികയും +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ പ്രവേശനം നേടുകയും ചെയ്യണം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ കോളേജുകളിൽ NRI സീറ്റുകൾക്ക് അപേക്ഷിക്കാനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഫൈൽ വെരിഫിക്കേഷനും മറ്റൊരവസരം ലഭിക്കുന്നതാണ്. അത് ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. എങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ, സിഗ്നേച്ചർ, പേര് എന്നിവ നമുക്ക് കാണാം. പ്രൊഫൈൽ എന്ന് നമുക്ക് കാണാം. മെമ്മോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ മെമ്മോ ഡീറ്റെയിൽസ് കാണും. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇദ്ദേഹം സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് മെമ്മോ ഒന്നും വന്നിട്ടില്ല. മെമ്മോ ഉണ്ടെങ്കിൽ അതിവിടെ വരും. ആ മെമ്മോയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കറക്ഷനാണുള്ളതെന്നുള്ളതും മെയ് 10-ാം തീയതിക്കുള്ളിൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഇദ്ദേഹം സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നാഷണാലിറ്റിക്കുള്ള സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരുന്നു, അതുകൊണ്ട് ഇന്ത്യൻ എന്ന് കാണാനായിട്ട് സാധിക്കും. കേരളൈറ്റ് എന്ന് കാണിച്ച സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് കേരളൈറ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. കാറ്റഗറി റിസർവേഷൻ, ഇദ്ദേഹത്തിന് റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് ജനറൽ എന്ന് കാണാം.
ഇദ്ദേഹം ഈഴവയായിരുന്നെങ്കിൽ ഇവിടെ EZ എന്ന് കണ്ടേനെ, EWS ആയിരുന്നെങ്കിൽ EWS കാറ്റഗറി എന്ന് കണ്ടേനെ, മുസ്ലിം ആയിരുന്നെങ്കിൽ MU എന്ന് കണ്ടേനെ, ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ BH എന്ന് കണ്ടേനെ, അതിൽ തന്നെ OEC ആയിരുന്നെങ്കിൽ EC എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന് കണ്ടേനെ. അതുപോലെ തന്നെ സബ് കാസ്റ്റ് എന്താണോ അതവിടെ വന്നേനെ, അതിൻ്റെ ആനുകൂല്യം ഉണ്ടായിരുന്നെങ്കിൽ. സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ട പോലെ, എക്സ് സർവീസ്മാൻ കോട്ട പോലെയുള്ളതാണ്. അതിൽ എക്സ് സർവീസ്മാൻ കോട്ടയാണെങ്കിൽ XS എന്നുള്ളത് അതിനകത്ത് കാണിക്കും. സ്പോർട്സ് കോട്ടയുടെ സംവരണം പിന്നീട് മാത്രമേ ലഭ്യമാവുകയുള്ളൂ, ഇപ്പോൾ പ്രൊഫൈലിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ മൈനോറിറ്റി കോട്ട, മൈനോറിറ്റി ഇദ്ദേഹം ക്രിസ്ത്യൻ ആയിരുന്നുവെങ്കിൽ, മെഡിക്കലിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻ ആയിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്ത്യൻ എന്ന് കണ്ടേനെ, ഓൾ ക്രിസ്ത്യൻ AC എന്ന് കണ്ടേനെ. ഇനി മുസ്ലിം ആയിരുന്നെങ്കിൽ നോൺ ക്രിമിലിയർ ഉള്ളവർക്കും നോൺ ക്രിമിലിയർ ഇല്ലാത്തവർക്കും മെഡിക്കൽ വിഭാഗത്തിന് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ MM എന്ന് കണ്ടേനെ. കാറ്റഗറിയുടെ അവിടെ എന്ത് കണ്ടേനെ, മുസ്ലിമിന് MU എന്ന് കണ്ടേനെ. മൈനോറിറ്റിയുടെ അവിടെ MM എന്ന് കണ്ടേനെ. മുസ്ലിം മൈനോറിറ്റി കോളേജുകൾ MES, അല്ലസർ, അസീസിയ പോലുള്ള കോളേജുകളിൽ അവർക്ക് അഡീഷണൽ സീറ്റ് കിട്ടുന്ന MM എന്ന് കണ്ടേനെ. അപ്പം ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ വന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റർ കാസ്റ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടും, നമുക്ക് ഫീസ് സൗജന്യം കിട്ടും. അത് ലഭ്യമാണോ എന്നുള്ളത് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അറിയാനായിട്ട് സാധിക്കും. ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് അത് വാലിഡ് ആയിട്ടുള്ളവരുടെ ഇൻകം ഇവിടെ കാണാനായിട്ട് സാധിക്കും. രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണെങ്കിൽ ഫീസ് ആനുകൂല്യം ലഭിക്കും, ഇവിടെ FM എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, ആയുർവേദത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സംസ്കൃതം പഠിച്ചിരുന്നു എന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ ഫിഷറീസ് എന്ന് പറയുന്ന കോഴ്സിന് സംവരണം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്തൂടെ കാണിക്കും, അങ്ങനെ സ്പെഷ്യൽ റിസർവേഷൻ വഴി കാണിക്കും. അങ്ങനെ ഓരോ വിദ്യാർത്ഥി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ വാലിഡ് ആണോ എന്നുള്ളത് മെയ് 10-ാം തീയതിക്കുള്ളിൽ പരിശോധിക്കുകയും അത് കൃത്യമാക്കുകയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളും നോക്കണം, നിങ്ങളുടെ കൂട്ടുകാരിത് നോക്കി എന്നുള്ളത് ഉറപ്പാക്കുകയും വേണം. കാരണം ഓരോ വർഷവും എൻജിനീയറിങ്ങിൻ്റെ ആണെങ്കിലും MBBS BDS അഗ്രികൾച്ചർ വെറ്റിനറി ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ മാർക്കൊക്കെ വന്നു, റാങ്ക് വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ എനിക്ക് മൈനോറിറ്റി കോട്ട ഉണ്ടായിരുന്നു, ആ മൈനോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയേനെ, ഞാൻ ഈഴവയായിരുന്നു എനിക്ക് ഈഴവ റിസർവേഷൻ കിട്ടിയില്ല, ഞാൻ മുസ്ലിം ആയിരുന്നു എനിക്ക് മുസ്ലിം റിസർവേഷൻ കിട്ടിയില്ല എന്ന് പറയുന്ന ധാരാളം വ്യക്തികളെ നമ്മുടെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് ആ സംവരണത്തിന് അർഹത ഉണ്ടായിരുന്നു, പക്ഷേ അവർ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് ഇപ്പം നോൺ ക്രിമിലിയർ തഹസീൽദാരുടെയാണ് സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് റിജക്റ്റ് ആയിട്ടുണ്ട്. പകരം വില്ലേജ് ഓഫീസറുടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ നോൺ ക്രിമിലിയർ അപ്ലോഡ് ചെയ്യണം. സ്റ്റേറ്റ് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞ് സമർപ്പിച്ചിരിക്കുന്ന നോൺ ക്രിമിലിയർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നോൺ ക്രിമിലിയറിന് അപ്ലോഡ് ചെയ്യണം. EWS സർട്ടിഫിക്കറ്റ് തഹസീൽദാരുടെ EWS സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്ക് അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസറുടെ EWS സർട്ടിഫിക്കറ്റ് നിശ്ചിത ഫോർമാറ്റിൽ വേണം സമർപ്പിക്കാനായിട്ട്. അങ്ങനെ ഏതൊക്കെ റിസർവേഷൻ ഒരു വിദ്യാർത്ഥിക്ക് ക്ലെയിം ചെയ്യണോ അതൊക്കെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. മെയ് 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ കേരളത്തിലെ എൻജിനീയറിങ്ങിൻ്റെയും BPharmൻ്റെയും MBBS BDS ഉൾപ്പെടുന്ന മെഡിക്കലിൻ്റെയും അതുപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെയും ഒക്കെ പ്രവേശന നടപടികൾ നമുക്കറിയാം ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിലും മറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളോ സ്വകാര്യ മെഡിക്കൽ കോളേജുകളോ BDSോ അഗ്രികൾച്ചറോ വെറ്റിനറിയോ ഒക്കെ ആവട്ടെ, എൻജിനീയറിംഗിൽ CETയും TKMും MSCയും മോഡലും ഒക്കെയുള്ള രാജഗിരിയും ചുണ്ടച്ചേരിയും അമൽജ്യോതിയും ഒക്കെയുള്ള കോളേജുകൾ, സെൻറ്റ് ഗിറ്റ്സ് പോലുള്ള കോളേജുകളിലൊക്കെ നമുക്ക് പ്രവേശനം കിട്ടുന്നത്, BPharmൻ്റെ കോളേജിൽ പ്രവേശനം കിട്ടുന്നത്, ആർക്കിടെക്ചറിൻ്റെ കോളേജുകളിൽ പ്രവേശനം കിട്ടുന്നതൊക്കെ ഈ വിവിധ റിസർവേഷനുകളുടെയും കൂടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും നമുക്ക് താല്പര്യമുള്ളൊരു കോളേജിൽ പഠിക്കണമെങ്കിൽ ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഏറ്റവും നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത്, കീം 2026 അപേക്ഷ കൊടുത്ത 1.25 ലക്ഷം വിദ്യാർത്ഥികളും എല്ലാവരും കാൻഡിഡേറ്റ് പോർട്ടൽ നിർബന്ധമായും ചെക്ക് ചെയ്യുകയും അവനോന് അർഹതപ്പെട്ടതെല്ലാം ഇന്ത്യൻ
കേരളൈറ്റ്, റിസർവേഷൻ, മൈനോറിറ്റി, എക്സ് സർവീസ് ആണെങ്കിൽ അങ്ങനെ, ഫിഷർമാൻ ആണെങ്കിൽ അങ്ങനെ, ഇൻ്റർകാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, വരുമാനം അനുസരിച്ചുള്ള റിസർവേഷൻ ആണെങ്കിൽ അങ്ങനെ, ഓരോ റിസർവേഷനും റാങ്കിൻ്റെയും ഒക്കെ ബെനിഫിറ്റിനനുസരിച്ച് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഫൈൽ വെരിഫിക്കേഷൻ നിർബന്ധമാണ്. കീം 2026 ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.